വസന്ത്, വലിയ സെക്യൂരിറ്റി അലർട്ടാണ് രാജ്യമാകെ. മലയാളികളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ ഉണ്ടോ? ആദ്യഘട്ടത്തിൽ മലയാളികളില്ല എന്നതാണ് കരുതിയിരുന്നെങ്കിൽ പിന്നീട് ഇടപ്പള്ളി ശ്രീ രാമചന്ദ്രൻ ഈ പട്ടികയിലുണ്ട്, കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ, മാത്രമല്ല ഈ യാത്ര പോയ ആളുകൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ, അത്തരം സൗകര്യങ്ങൾ എങ്ങനെയാണ്? രതീഷ്, ഇപ്പോൾ നോർക്ക വഴിയാണ് ഇതെല്ലാം ഇപ്പോൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നോർക്ക ഇതുമായി ബന്ധപ്പെട്ട ചില ഹെൽപ്പ് ലൈൻ നമ്പറുകളും അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. കാശ്മീരിലേക്കും മറ്റുമൊക്കെ സന്ദർശനം നടത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ തന്നെ നോർക്കയുമായി രജിസ്റ്റർ ചെയ്ത് പോകുന്നവരല്ല, നേരിട്ട് ബുക്ക് ചെയ്തൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം അത്യാഹിതങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഈ തിരിച്ചു വരവുമായി ബന്ധപ്പെട്ട് മറ്റ് സുരക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ നോർക്ക റൂട്ട്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കശ്മീരിൽ ഇപ്പോൾ ഈ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഡൽഹി കേരള ഹൗസിലെ നോർക്ക റൂട്ട്സ് വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ ഉണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ ടൂറിസം, അതോടൊപ്പം തന്നെ അനന്തനാഗ് പോലീസും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകളും വാട്സപ്പ് നമ്പറുകളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിലെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുകളുമായി ബന്ധപ്പെടുകയും തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അതേസമയം മറ്റൊരു വിഷയം, പെഹൽഗാമിലും സമീപ പ്രദേശങ്ങളും കനത്ത സുരക്ഷയൊക്കെ ഉണ്ടെങ്കിലും ശ്രീനഗർ വിമാനത്താവളം പ്രവർത്തന സജ്ജമാണ്. രാത്രിയും വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു എന്നാണ്. ശ്രീനഗറിലും സുരക്ഷ കർക്കശമാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ ഒരു എന്തെങ്കിലും ഷട്ട് ഡൗൺ അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിമാന സൗകര്യങ്ങളൊക്കെ, വിമാന സർവീസുകളൊക്കെ തന്നെ നാളെ രാവിലെയും ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരക്ഷാ യോഗത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സർക്കാർ എടുക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ സംബന്ധിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും പെഹൽഗാമിലുള്ള വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. വൈകിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെഹൽഗാം മേഖലയിൽ, അതായത് ഈ സംഭവത്തിന് തൊട്ടടുത്തുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ഉള്ളവരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു. കാരണം ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പെഹൽഗാമിൽ നടക്കുകയാണ്. ഈ വൈസാരൻ മേഖലയിൽ അവിടെ ജോയിൻ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ സേനയും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അല്പസമയം മുമ്പ് ജമ്മു കാശ്മീർ പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുള്ളത്. രതീഷ്, പി. വസന്താണ് വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.